നമുക്ക് ക്ലാസിഫിക്കേഷൻ ടൈപ്പ് പ്രോബ്ലം ചെയ്ത് നോക്കാം. നമുക്ക് ലീനിയർ റിഗ്രഷൻ ഇതിൽ യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മോഡലിനെ പഠിപ്പിക്കേണ്ടത് ഒരു ബില്ല് ഫേക്ക് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഫേക്ക് ബില്ലിൻ്റെതായ കുറച്ച് ഫീച്ചേഴ്സ് എടുത്തിട്ട് അത് സിസ്റ്റത്തിനെ പഠിപ്പിക്കണം. ഇന്ന ഫീച്ചേഴ്സ് ഉള്ള ബില്ലുകളെല്ലാം ഫേക്ക് ആണ്, അതുപോലെ ഇന്ന ഫീച്ചേഴ്സ് ഉള്ള ബില്ലെല്ലാം കറക്റ്റ് ബില്ലാണ്, പക്ഷെ ഫേക്ക് അല്ലാത്ത ജെന്യുവിൻ ആയിട്ടുള്ള ബില്ലാണ്. ഇങ്ങനെയുള്ള രണ്ട് ഡീറ്റെയിൽസും എന്ത് ചെയ്യണം, മെഷീനെ പഠിപ്പിക്കണം. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണം. നമ്മളൊരു ഡാറ്റ സെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഫേക്ക് ബില്ലിന്റെ ഫീച്ചേഴ്സ് ഉള്ള ഡാറ്റയും ജെന്യുവിൻ ആയിട്ടുള്ള ബില്ലിന്റെ ഫീച്ചേഴ്സ് ഉള്ള ഡാറ്റയും നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഈ ഡാറ്റ സെറ്റ്. CSV ഫോർമാറ്റിലാണ് കിട്ടിയിരിക്കുന്നത്, അതായത് കോമ സെപ്പറേറ്റഡ് വാല്യൂസ് ആണ്. ഇതില് നമ്മൾ നേരത്തെ ലീനിയർ റിഗ്രഷനിൽ ചെയ്തപ്പോൾ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് എന്ന ഒറ്റ ഫീച്ചർ മാത്രമാണ് നമ്മൾ എടുത്തത്. ഇവിടെ ലോജിസ്റ്റിക് റിഗ്രഷൻ നമ്മൾ ചെയ്ത് നോക്കാൻ പോവാണ്. ഇത് ക്ലാസിഫിക്കേഷൻ ടൈപ്പ് അൽഗോരിതം ആണ്. ഇതൊരു ക്ലാസിഫിക്കേഷൻ ടൈപ്പ് അൽഗോരിതം ആണ്. ബിക്കോസ് നമ്മൾ ഇവിടുത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു ഡാറ്റയിലെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈസ് ജെന്യുവിൻ എന്ന കോളമാണ്. ഈ ഈസ് ജെന്യുവിനിൽ ട്രൂ ഓർ ഫോൾസ് മാത്രമേ ഉള്ളൂ. അതായത് ഈ ഒരു ബില്ല് എന്താണ്, ഫേക്ക് ആണോ അല്ലയോ എന്ന പ്രഡിക്ഷൻ നമുക്ക് കിട്ടുന്നത്. ട്രൂ ഓർ ഫോൾസ്, ഇത്രയും ഡാറ്റാസ് ആണ് ഉള്ളത്, ഫേക്ക് ആയതും അല്ലാത്തതുമായ ഡാറ്റ. അതാണ് ഇതിന്റെ റിയൽ ഔട്ട്പുട്ട്. ഇതാണ് ടാർഗറ്റ്, അതായത് Y. ബാക്കിയുള്ള ഈ ഡയഗണൽ, ഹൈറ്റ് ലെഫ്റ്റ്, ഹൈറ്റ് റൈറ്റ്, മാർജിൻ ലോ, മാർജിൻ അപ്പ്, ലെങ്ത്, ഇതെല്ലാം ഫീച്ചേഴ്സ് ആണ്. അപ്പൊ ഇവിടെ X എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് ഉണ്ട് ഇവിടെ, അല്ലെ? മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ്, ഇത് ഫുള്ളും X ആണ്. നേരത്തെ നമ്മൾ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഫീച്ചർ വാല്യൂ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. എക്സിൽ ഇവിടെ X എന്ന് പറയുന്നത് 2 ഡയമെൻഷൻ ആണ്, ബിക്കോസ് മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതില് ഈ ഡയഗണൽ, ഹൈറ്റ് ലെഫ്റ്റ്, ഹൈറ്റ് റൈറ്റ്, മാർജിൻ ലോ, മാർജിൻ അപ്പ്, ലെങ്ത് എന്ന് പറയുന്നതെല്ലാം ഓരോ ബില്ലിന്റെയും ഫീച്ചേഴ്സ് ആണ്. ഫീച്ചേഴ്സ്. അപ്പോൾ ഓരോ ബില്ലുകൾക്കും ഡയഗണൽസ് എങ്ങനെയാണ് വരുന്നതെന്ന് ചെക്ക് ചെയ്യും. അതായത് ഡയഗണൽ എടുക്കുന്ന ചിലപ്പോൾ ചില ബില്ലുകൾ ചിലപ്പോൾ ജെന്യുവിൻ ആയിട്ടുള്ള ബില്ലിനെ പോലെ തന്നെയായിട്ട് ഉണ്ടായിരിക്കും. നമുക്ക് നോക്കുമ്പോൾ അതിൽ ഫേക്ക് ആയിട്ടൊന്നും നമുക്ക് തോന്നില്ല, സിമിലർ ലുക്കൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ കുറച്ച് മെഷർമെന്റ്സും കാര്യങ്ങളൊക്കെ അതിന്റെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ഇൻപെർഫെക്ഷൻസ് ഒക്കെ നമുക്ക് എക്സ്പോസ് ചെയ്യാതെ എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ മെഷർമെന്റ്സ് എടുക്കുന്നത് ഓരോ ബില്ലിന്റെ. അപ്പൊ ആ ഫീച്ചേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഡയഗണൽ മെഷർ നമ്മൾ എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ചിലപ്പോൾ മേ ബി ലെങ്ത്തും ഹൈറ്റ് വിഡ്ത്ത് എല്ലാം കറക്റ്റ് ആയിരിക്കാം ചിലപ്പോൾ ഒരു ബില്ലിന്റെ. പക്ഷെ ഡയഗണലി നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു ഫേക്ക് ബില്ലിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതുപോലെ ഹൈറ്റ് ലെഫ്റ്റ് ചില ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും എഡ്ജിലേക്കുള്ള ആ ഒരു ഹൈറ്റ് വിഡ്ത്ത് എത്രയാണ് നമ്മൾ നോക്കുന്നു. അതുപോലെ ലെങ്ത്, അതുപോലെ മാർജിൻ. അപ്പം മാർജിൻ ഡിസ്റ്റൻസ് ഫ്രം ദ ബോട്ടം എഡ്ജ്, മാർജിൻ ലോ എന്ന് പറയുന്നത്. മാർജിൻ അപ്പ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് എഡ്ജ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ബില്ലിനെ ചെക്ക് ചെയ്യും. ഒരു മെഷർമെന്റ്സ് ചെക്ക് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ വേരിയേഷൻസ് എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഒരു ജെന്യുവൻ ആയിട്ടൊരു ബില്ല് എന്ന് പറയുന്നത് ഭയങ്കര ക്വാളിറ്റിയിലായിരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന്റെ എഡ്ജ് എന്നൊക്കെ പറയുന്നത് വളരെ പ്രിസൈസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ചെറിയ വേരിയേഷൻസ് ഉള്ള ബില്ലുകളെ ഓൾറെഡി നമ്മൾ ജെന്യുവിൻ അല്ലാത്ത കുറെ ബില്ലുകൾ കണ്ടുപിടിച്ചതിന്റെ കുറച്ച് ഡീറ്റെയിൽസ്, പാസ്റ്റ് ഡാറ്റയാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫേക്ക് അല്ലാത്ത ഡാറ്റേഴ്സിന്റെ ഫീച്ചേഴ്സും എല്ലാം കൂടിയാണ് നമ്മൾ ഇവിടെ ഡാറ്റ സെറ്റിൽ എടുത്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഇനി സിസ്റ്റത്തിനെ പഠിപ്പിക്കണം. ഇൻപുട്ട് ഔട്ട്പുട്ട് കൂടി നമ്മൾ പഠിപ്പിക്കണം. ഓക്കെ, നമുക്ക് കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം.